ഹായ് പ്രിയ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് താലിബാൻ ഭരണത്തെ അഫ്ഗാനിലെ സ്ത്രീകളും കുട്ടികളും ഭയപ്പെടുന്നത് എന്ന് അവിടെയുള്ള ധാരാളം സ്ത്രീകളുടെ സോഷ്യൽ മീഡിയ ഇടപെടലിലൂടെ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നു. അതിൽപ്പെട്ട 2 പേരുടെ പ്രസ്താവനകളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ കണ്ടതാണ്, നമ്മൾ അറിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാക്രോൺ പറഞ്ഞ ഒരു പ്രസ്താവന കൂടി നമുക്ക് ഈ വിഷയവുമായിട്ടൊന്ന് കൂട്ടി വായിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് അവർ 2 പേരും ആരൊക്കെയാണ് എന്ന് നോക്കാം. ആര്യാന സയ്യിദ് എതിർപ്പിന്റെ സ്വരം. അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രശസ്തയായ പോപ്പ് താരമാണ് ആര്യാന സയ്യിദ്. 36 വയസ്സ്. തരം കിട്ടിയപ്പോഴെല്ലാം താലിബാനെതിരെ നിശ്ചിത വിമർശനങ്ങളുമായി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച ധീര വനിത. താലിബാൻ പിടികൂടുമെന്ന് ഉറപ്പായപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച US ചരക്ക് വിമാനത്തിൽ അവർ രക്ഷപ്പെടുകയായിരുന്നു. മറക്കാനാവാത്ത രാത്രികൾക്കു ശേഷം ഞാനിതാ ജീവനോടെയിരിക്കുന്നു. സുരക്ഷിതമായി ദോഹയിലെത്തി. ഇസ്താംബൂളിലുള്ള ഫ്ലൈറ്റ് കാത്തിരിക്കുകയാണ്. 13 ലക്ഷത്തോളം വരുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ അവർ അറിയിച്ചു. തുർക്കിയിലേക്കുള്ള യാത്രയുടെ തത്സമയ വിവരങ്ങളും പങ്കുവച്ചു. വീട്ടിലെത്തിയ ശേഷം ലോകത്തെ അറിയിക്കാൻ ഒരുപാട് കഥകളുണ്ടെന്നും കുറിച്ചു. അപ്പോ പ്രശസ്ത പോപ്പ് താരമാണ് ആര്യാന സയ്യിദ്. അപ്പൊ അവർക്ക് സെലിബ്രിറ്റിയായി ചാനലുകളിൽ സംസാരിക്കാൻ അവസരം കിട്ടിയ സാഹചര്യത്തിലെല്ലാം താലിബാനിലെ സ്ത്രീ വിരുദ്ധതകളെ സംബന്ധിച്ചും അവരുടെ മതനിയമങ്ങൾ സ്ത്രീകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അടിമത്വത്തെ സംബന്ധിച്ചും സ്ത്രീ വിമോചനത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് താലിബാൻ അഫ്ഗാൻ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞ് അവരുടെ ഭരണം നിലവിൽ വരികയും താൻ ആ നാട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്താൽ എന്തായിരിക്കും ഞാൻ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും പരിണത ഫലങ്ങളും എന്ന് ആര്യാന സയ്യിദിന് നേരത്തെ തന്നെ അറിയാം. 20 വർഷങ്ങൾക്ക് മുമ്പ് താലിബാൻകാർ അഫ്ഗാനിൽ സമ്മാനിച്ചിട്ട് പോയ ഭരണ സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഇവർ അടിച്ചമർത്തിയിരുന്ന നിയമങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും വളരെ നന്നായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഇവരൊക്കെ തന്നെയും. അതുകൊണ്ടാണ് അവർ അങ്ങേയറ്റം ഭയക്കുന്നത് താലിബാൻ ഭരണ സംവിധാനത്തെ. അപ്പോ അവർക്ക് മറക്കാനാവാത്ത രാത്രികളായിരുന്നു സമ്മാനിച്ചത്. താലിബാൻ അഫ്ഗാനിൽ വന്നതിന് ശേഷം അപ്പോൾ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെട്ടാൽ മതി എന്ന അർത്ഥത്തിൽ ചരക്ക് വിമാനത്തിൽ അവർ രക്ഷപ്പെടുകയായിരുന്നു. ആ രക്ഷപ്പെട്ടതിനിടയിൽ അവരനുഭവിച്ച ധാരാളം കാര്യങ്ങൾ അവരുടെ ഫോളോവേഴ്സുമായി പബ്ലിക്കുമായി അവർക്ക് പങ്കുവെക്കാനുണ്ട് എന്നും പറയുന്നു. എന്നിട്ട് അവര് സന്തോഷത്തോടുകൂടി തന്റെ ഫാൻസിനോട് പറയുന്നു, ഞാനിതാ ജീവിച്ചിരിക്കുന്നു. അത് തന്നെ അത്ഭുതമാണ്. 13 ലക്ഷത്തോളം വരുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനോട് അവര് നീതി പുലർത്തുന്നു. തന്റെ ജീവനിൽ സുരക്ഷയിൽ ഫോളോവേഴ്സിന് ആകുലതയുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിരിക്കുക. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നു. ഞാൻ താലിബാൻകാരുടെ പിടിയിലല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുണ്ട്. ഇനി അടുത്ത ഒരാളുടെ അഫ്ഗാൻ വനിതാ ഫുട്ബോൾ ടീം അംഗങ്ങളോട് മുൻ ക്യാപ്റ്റൻ. സമൂഹ മാധ്യമങ്ങളിലെ ഫോട്ടോകളും മറ്റും നീക്കം ചെയ്യാനും യൂണിഫോം അടക്കം കത്തിച്ചു കളയാനും അഫ്ഗാനിലെ വനിതാ ഫുട്ബോൾ കളിക്കാരോട് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ഖാലിദ പോപ്പൽ അഭ്യർത്ഥിച്ചു. താലിബാനു കീഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തുന്ന നശിപ്പിക്കാൻ പറഞ്ഞത്. മുൻപ് കായിക രംഗത്തുള്ള യുവതികളെ താലിബാൻ വധിക്കുകയോ കല്ലെറിയുകയോ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണിത്. കോപ്പൻഹേഗൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖാലിദ അഫ്ഗാൻ വനിതാ ഫുട്ബോൾ ടീമിന്റെ സ്ഥാപകരിൽ ഒരാളാണ്. ഫുട്ബോളിനെ മാത്രമല്ല, കലയെയും സാഹിത്യത്തെയും എല്ലാ കലകളെയും ഒരു മനുഷ്യന് പരിപോഷിപ്പിക്കാവുന്ന തരത്തിൽ അവന് മാനസിക ഉല്ലാസം നൽകുന്ന സകലമാന വിഷയങ്ങളെയും ഇസ്ലാം എതിർത്തിട്ടേയുള്ളൂ. എതിർക്കാനേ അവർക്ക് സാധിക്കൂ.
അപ്പോ സമൂഹ മാധ്യമങ്ങളിലെ ഫോട്ടോയും ഒക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വനിതാ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ അണികളോട് ആവശ്യപ്പെടുന്നത്. അപ്പോ ആ കളിച്ച ഇപ്പൊ നമുക്കറിയാം, റഫീഖ് സലഫിയെ പോലെയുള്ള ആൾക്കാർ പുരുഷന്മാരെ പന്ത് കളിക്കാൻ പോകുമ്പോഴേക്ക് തൊട കാണുന്നുണ്ട്, അതുകൊണ്ട് അത് ഇസ്ലാമിൽ ഔറത്താണ്, അതുകൊണ്ട് അവര് വേണമെങ്കിൽ മറ്റോ കുർത്തയിട്ടോ മറ്റോ കളിച്ചോട്ടെ, ഒന്നുമല്ലെങ്കിൽ കന്തൂറിട്ട് കളിച്ചോട്ടെ, അല്ലെ ജുബ്ബ ഇട്ടിട്ട്, അതാകുമ്പോൾ കാല് പൊക്കി നല്ലതുപോലെ അടിക്കാൻ പറ്റുമല്ലോ. അപ്പോ ഇവര് പറയുന്നത് നിങ്ങളുടെ യൂണിഫോം ഒക്കെ കത്തിച്ച് കളഞ്ഞേക്കുന്ന അത്രമാത്രം നിരാശയാണ് അവരുടെ മനസ്സിലുള്ളത്. അവർ സ്നേഹിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന, അവരുടെ ജീവിതത്തിന്റെ ഒരു ദിനചര്യയായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കളിയാണ് ഫുട്ബോൾ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഓരോ ഗെയിമിനോട് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അഭിനിവേശം ഉണ്ടാകും. അതുപോലെ അവരുടെ പാഷനാണത്. അത് തിരഞ്ഞെടുത്തു. ഒരു വഴിയുമില്ല. കായിക രംഗത്തേക്ക് യുവതികളെ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ താലിബാന് സാധിക്കില്ല. അവര് പറയണത് കേട്ടില്ലേ, ഒന്നുകിൽ വധിക്കും, അതല്ലെങ്കിൽ നമ്മളെ കല്ലെറിയുകയോ ചെയ്യും. കാരണം യാതൊരു വിധമായ മനുഷ്യത്വത്തിന്റെ കണിക പോലും ഇല്ലാത്ത വിഭാഗമാണ് അവർ. ഒരു പെണ്ണ് നെയിൽ പോളിഷ് ഇട്ടതിന്റെ പേരിൽ നഖം മുറിച്ച, ഒരു പെൺകുട്ടിയെ അവരുടെ ഭർത്താവിന്റെ ആൾക്കാർ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ നാടുപേക്ഷിച്ച് പോയ പെൺകുട്ടിയുടെ മൂക്കും കാതുകളും മുറിച്ചിട്ട് മരുഭൂമിയിൽ ഉപേക്ഷിച്ച കാപാലികരാണിവർ. ഇവരെന്തിനാണ് 5 നേരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത്? കാരുണ്യവാനായ രക്ഷിതാവിന് വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ രക്ഷിതാവ് തീർത്തും പിശാജാണെന്നല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. പിശാജ് പോലും ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സഹജീവികളുടെ രക്തം ചിന്തുന്നത് കണ്ട് കൈയടിക്കുന്ന ഒരു രക്ഷിതാവ്. അതുകൊണ്ട് അവര് പറയുന്നത് നിങ്ങളുടെ യൂണിഫോം, കാരണം ഈ സകല പ്രതീക്ഷകളും അറ്റുപോകുന്ന ഒരു പ്രതീതിയാണ് ഈ കാണുന്നത്. നമുക്കിനിയും നമ്മുടെ മാക്രോൺ എന്താണ് ഈ വിഷയത്തെ കുറിച്ച്? അവർ ആസൂത്രിതമായി അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദമുണ്ടാക്കി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നു. അവർക്ക് പള്ളി പണിയാൻ സൗദിയും ഖത്തറും ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ പണം കൊടുക്കുന്നു. അൽ ജസീറ വഴി ഇരവാദം കൊഴിപ്പിക്കുന്നു. മദ്രസകൾ തുടങ്ങുന്നു. തീവ്രവാദികളായ ഇമാമുമാരെ അയക്കുന്നു. പെറ്റുപെരുകുന്നു. രാജ്യത്ത് മതനിയമം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്ത് അസ്ഥിരതയും അക്രമവും സൃഷ്ടിക്കുന്നു. ഞാൻ നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ അവർക്ക് അനഭിമതനാകുന്നു, വേട്ടയാടപ്പെടേണ്ടവനാകുന്നു. ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റിന് ഇവരാരാണ് എന്ന് മനസ്സിലാക്കാൻ അവിടെ ഒരു ഷാർലി ഹെബ്ദോ കാണിച്ച ഒരു കാർട്ടൂൺ കാരിക്കേച്ചർ കാണിക്കേണ്ടതായി വന്നു. അവിടുത്തെ അധ്യാപകനായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന വ്യക്തിയെ ക്ലാസ് മുറിയിലിട്ട് കഴുത്ത് മുറിക്കുകയും ആ ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികളോടൊപ്പം തന്നെ നിന്ന് ഫേസ്ബുക്കിൽ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നു. ഇത്രയും മനസ്സിലാക്കാൻ, ഇവരാരാണ് എന്ന് മനസ്സിലാക്കാൻ, ഇവരുടെ അജണ്ട എന്താണ് എന്ന് മനസ്സിലാക്കാൻ, ഇവർക്ക് പണം നൽകുന്നത് ആരാണെന്നും ഇവർക്കൊരു പള്ളിയും ഇരിപ്പിടവും ആയിക്കഴിഞ്ഞാൽ ഇവർ മൊത്തത്തിൽ നമ്മൾ മാത്രം മതി എന്ന് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കാൻ ഇത്രയൊക്കെ വേണ്ടി വന്നു. ഈ ഒരു അഭയാർത്ഥി പ്രവാഹമുണ്ടല്ലോ, ഇത് മതതീവ്രവാദികളുടെ വ്യക്തമായ അജണ്ടയാണെന്ന് ഇനിയും മനസ്സിലാക്കാത്തത് യൂറോപ്യൻ യൂണിയനും ക്രിസ്ത്യൻ സഭാ നേതാക്കളും മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്കറിയാമത്, അവരുടെയും കൂടി വ്യക്തമായ അജണ്ടയുടെ ഭാഗമായിരിക്കണം ഇത്, ഈ നാട് കുട്ടിച്ചോറാക്കുന്നതിന് വേണ്ടി. തുർക്കി എന്ന ഭീകര രാജ്യമാണ് ഇതിനെല്ലാം വേണ്ടുന്ന സ്കെച്ചുകളും പ്ലാനിങ്ങുകളും തന്ത്രങ്ങളും ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഉർദുഗാൻ പരസ്യമായി പറഞ്ഞതാണ് കഴിയുന്നത്ര മുസ്ലിം സ്ത്രീകൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി പ്രസവിക്കണമെന്നും അങ്ങനെ ആ കുട്ടിക്ക് ലഭിക്കുന്ന പൗരത്വ അവകാശങ്ങളിലൂടെ ആ കുടുംബം മുഴുവൻ ആ രാജ്യങ്ങളിൽ ചേക്കേറി അവിടുത്തെ പൗരന്മാരാകണമെന്നും അതിലൂടെ ആ രാജ്യങ്ങൾ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരു ജോലിക്കും പോകാതെ സൗജന്യമായി അനുഭവിക്കുക. ഇതല്ലേ പ്രസവ ജിഹാദ്? ഓരോ സമയത്തും നമ്മൾ ഓരോരോ ജിഹാദിലാണുള്ളത്. എന്നാൽ ഈ ഒരു പഴുതിന്റെ ദുരുപയോഗം ശ്രദ്ധയിൽപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ നിയമങ്ങൾ കുറച്ചുകൂടി കഠിനമാക്കി
കാരണം അവർക്കും അനുഭവങ്ങൾ വന്നപ്പോൾ അവർ മനസ്സിലാക്കി, ശരിയാണ്, ഇവരുടെ പ്രത്യേകമായ അജണ്ടകളാണിത്. അവരുടെ ജനങ്ങളെ പീഡിപ്പിക്കുകയും അത് ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും സോഷ്യൽ മീഡിയയിലൂടെ പകർത്തി മറ്റാൾക്കാരുടെ അനുകമ്പ പിടിച്ചുപറ്റി അങ്ങനെ അവരുടെ നാടുകളിൽ ചേക്കേറി ആ നാടിനെയും കുട്ടിച്ചോറാക്കുക, അവിടെയും നമ്മൾ ഭൂരിപക്ഷമാകുമ്പോൾ നമ്മളുടെ തനിനിറം കാണിക്കുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട. നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ അവസ്ഥ തന്നെ നോക്കൂ. താലിബാൻ ഭരണത്തിലേറിയതിന് തൊട്ടു പിറകെ അവരുടെ ഭരണത്തെ അംഗീകരിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? തുർക്കി പ്രസിഡന്റ് ഉർദു ഖാൻ തന്നെയാണ്. അതിനുശേഷം അഭയാർത്ഥി പ്രവാഹത്തിന്റെ പേര് പറഞ്ഞ് യൂറോപ്യൻ യൂണിയനിലെ മൊത്ത രാജ്യങ്ങളിലെയും ആൾക്കാരെ, പ്രതിനിധികളെ, ഭരണ സംവിധാനങ്ങളെയൊക്കെ പ്രഷർ ചെയ്യുന്നത് ആരാണ്? ഉർദു ഖാനാണ്. എന്നാൽ അവർക്ക് ഈ അഭയാർത്ഥികളെ ഒന്നും ഏറ്റെടുക്കാനും അറിയില്ല. കാരണം തന്റെ അനുയായികളുടെ നിറം എന്താണ്, തന്റെ ജാതിക്കുണം തനിക്കല്ലേ അറിയൂ. ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. എല്ലാ അഭയാർത്ഥികൾക്കും വളരെയധികം ദൂരെ കിടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും മതി. അവിടെ ഇവരുടെ തരികിടകളൊക്കെ നടക്കുമെന്ന് അറിയാമല്ലേ. അവിടെ കുറച്ച് കൾച്ചറുള്ള ആൾക്കാരായതുകൊണ്ട് എല്ലാ കൾച്ചറിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ആ അറ്റ്മോസ്ഫിയറിനെ മുതലെടുക്കുകയാണ് നമ്മൾ. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന സമ്പന്നമായ മുസ്ലിം രാജ്യങ്ങളുണ്ട്. അവരുടെ ആൾക്കാരാണിത്, അവരുടെ സമുദായമാണിത്. പരലോകത്ത് ഒരുമിച്ച് പോകേണ്ടവർ, സ്വർഗവും നരകവും ഒരുമിച്ച് പങ്കിടേണ്ടവർ, ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടവർ, ഒരുമിച്ച് രക്ഷപ്പെടേണ്ടവർ, ഹൂറികളുമായി ഒരുമിച്ച് ജീവിക്കേണ്ടവർ. അവർക്കാർക്കും ഈ അഭയാർത്ഥികളായ മുസ്ലിങ്ങളെ വേണ്ടേ? സിറിയൻ അഭയാർത്ഥി പ്രവാഹമുണ്ടായ സാഹചര്യത്തിലും ഒരു മുസ്ലിം രാജ്യങ്ങളിലോട്ടും ഇവർക്ക് പോകാൻ തയ്യാറില്ലായിരുന്നു. ഇവരെ ആരും അഡ്മിറ്റ് ചെയ്തതുമില്ല. ഹ്യൂമൻ റൈറ്റ്സ് വാദികളാണ് നമ്മൾ. സമ്പന്നരായ അറബ് രാജ്യങ്ങൾ ഇവരെ സ്വീകരിക്കണമെന്നൊന്നും അവരാരും പറഞ്ഞില്ല. അന്ന് ഈ സമ്പന്ന രാജ്യങ്ങളൊക്കെ അഭയാർത്ഥികൾക്ക് മുമ്പില് വാതിൽ കൊട്ടിയടയ്ക്കുകയും അകത്തിരുന്ന് കരഞ്ഞു മുതലക്കണ്ണീര് ഒഴുക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാൻ ആക്രോശിക്കുകയുമായിരുന്നു ചെയ്തത്. എന്നാൽ പിന്നീട് സൗദിയും ഖത്തറും ഒക്കെയുള്ള രാജ്യങ്ങൾ ബില്യൺ കണക്കിന് പണം അഭയാർത്ഥികൾക്കായുള്ള പണം നൽകി. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുസ്ലിം പള്ളികൾ തുരുതുരാ പണിയാൻ തുടങ്ങി. ഫ്രാൻസ് അവരുടെ നിയമങ്ങൾ കടുപ്പിച്ചു, അവരുടെ തൊടയിൽ നുള്ളു കിട്ടിയപ്പോൾ. അങ്ങനെ ആദ്യം ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് സ്വരൂപണമാണ് ആദ്യം മാക്രോൺ നിരോധിച്ചത്. കാരണം ഇവരുടെ പൾസ് എന്താണ്, ശരിക്കും രോഗി എന്താണെന്നും രോഗം എന്താണെന്നും എങ്ങനെയാണ് ഈ രോഗത്തെ നിശേഷം ഇല്ലാതാക്കേണ്ടതെന്നും പഠിച്ചത് മാക്രോൺ തന്നെയാണ്. ഈ പണമാണ് ആ അഭയാർത്ഥികൾക്ക് അവിടെ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചത് എന്നതാണ് മാക്രോൺ കണ്ടെത്തിയ കാരണം. എന്നാൽ ഇപ്പോഴുള്ള അഫ്ഗാൻ പ്രതിസന്ധിയിൽ പുതിയതായ കാഴ്ചപ്പാടാണ് ഇവർ വെച്ച് പുലർത്തുന്നത്. കാരണം ഇവരുടെ തന്ത്രം ലോക ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. സ്ത്രീകളെയും കുട്ടികളെയും മാത്രം സ്വീകരിക്കാൻ ലോക രാജ്യങ്ങളെ നിർബന്ധിക്കുന്നു. അതിനുശേഷം മനുഷ്യാവകാശങ്ങൾ ഉയർത്തി തീവ്രവാദികളായ ഭർത്താക്കന്മാരെയും പിതാക്കന്മാരെയും ആ രാജ്യങ്ങളിലേക്ക് ക്രമേണ വലിച്ചു കൊണ്ടുവരിക. അങ്ങനെ ലോക ജിഹാദിവൽക്കരണം വളരെ വേഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ കരക്കെടുക്കും. ഒരിക്കൽ ഇവരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മടക്കി അയക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഹ്യൂമൻ റൈറ്റ് പ്രവർത്തകരും ജിഹാദി ലോ മേക്കേഴ്സും ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രവർത്തകരുമൊക്കെ സ്ഥിരമായി കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. റീപാട്രിയേഷൻ ചിലവായി വലിയ തുകകൾ കൊടുത്തിട്ടും ഇപ്പോൾ ശാന്തമായ സ്വരാഷ്ട്രത്തിലേക്ക് ഇവർ മടങ്ങാത്ത കാരണം എന്താണ്? ഇത് വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഇന്നത്തെ അഫ്ഗാൻ പ്രതിസന്ധിയിൽ തുർക്കി അവരുടെ ഗവൺമെന്റ് സ്പോർട്സ് ചാനലായ TRT വേൾഡ് എന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് അതിന്റെ എല്ലാ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഏകോപിപ്പിക്കുന്നത്. ഈ ചാനലിൽ എതിരഭിപ്രായം ഉയർത്തുന്നവരെ അവർ കൂട്ടമായി ആക്രമിച്ച് നിശബ്ദരാക്കുന്നു. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ. ഇങ്ങനെ ഐക്യരാഷ്ട്രസഭയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും മറ്റ് നേതാക്കളെയും എന്തിന് മാർപ്പാപ്പയെ വരെ പ്രതിരോധത്തിലാക്കാൻ ഇവർക്ക് സാധിക്കും. ലോക ജനവികാരം തങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അഭയാർത്ഥികളാണ് എന്ന് വരുത്തി രാജ്യാന്തര അതിർത്തികൾ അവരെ അഭയാർത്ഥികൾക്കായി തുറപ്പിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിക്കും. ഇനിയും ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായി തുറന്നു പറയും. അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നു എന്ന് കരുതി പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കഴിവതും ലോക നേതാക്കൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്.
മതം ഉപേക്ഷിക്കുന്നവരെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും സഹായിക്കുവാനുള്ള വഴികൾ നമുക്ക് അന്വേഷിക്കാം. എങ്കിൽ മാത്രമേ തീവ്രവാദം മൂലമുണ്ടാകുന്ന വ്യാജ അഭയാർത്ഥി പ്രവാഹം എന്ന പ്രവണത ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കൂ. ഇനിയും ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ലോക നേതാക്കൾ ഇത്തരം സമീപനങ്ങൾ എടുക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. കാരണം ഇവർ അഭയാർത്ഥികളെ സൃഷ്ടിച്ചു വിടുകയും അതിന്റെ മറവിൽ ഇവർ അഭയാർത്ഥി ജിഹാദ് നടത്തുകയും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനും ആ രാജ്യത്തെ ക്രമസമാധാന നില തകരാറിലാക്കാനും ഇവർ തയ്യാറെടുക്കുമ്പോൾ അറിഞ്ഞ വസ്തുതകൾ മറച്ചുവെക്കുന്നത് കുറ്റം ചെയ്യുന്നതിനേക്കാൾ ക്രൂരമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നന്ദി.